കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. രാജ്യത്തിന് മാതൃകയാണ് കേരളം. എല്ലാ മേഖലയിലും മുന്നേറ്റമുണ്ടാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ മണ്ഡലത്തിലെ വിജയതിലകം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് കേരളം വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കേരളം എല്ലാ മേഖലയിലും മുന്നോട്ട് കുതിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടെ നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ടായ മാറ്റം വാക്കുകൾക്കും അപ്പുറത്താണെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ മണ്ഡലം സമഗ്ര വികസന പരിപാടിയുടെ ഭാഗമായി SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം കൈവരിച്ച വിദ്യാലയങ്ങൾക്കുമുള്ള അനുമോദനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വർഗീയ ലഹളകൾ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ക്രമസമാധാന പരിപാലനത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത്. ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ A+ നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അത് നേടിയിരിക്കുന്നതിൽ നിങ്ങളൊക്കെ പങ്കാളികളാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകന്മാർ എല്ലാവരും. കാരണം നിങ്ങളുടെയൊക്കെ കൂട്ടായ്മ കൊണ്ടും സഹകരണം കൊണ്ടുമാണ് അഭിമാനകരമായ ഈ നേട്ടം കേരളത്തിൽ ആദ്യം കൈവരിച്ചത്. ക്ലാസ് മുറികൾ ആധുനികവൽക്കരിക്കാൻ, കൃത്യസമയത്ത് പാഠപുസ്തകം ചെയ്തു കൊടുക്കാൻ, യൂണിഫോം തുടങ്ങി നിരവധി കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തി വയ്ക്കേണ്ട മാറ്റങ്ങൾ എന്തായിരിക്കണമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനം കേരളത്തിൽ. DDE C. ഷൈനി അധ്യക്ഷത വഹിച്ചു. 600-ലധികം വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് അനുമോദനം ഒരുക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, അസിസ്റ്റന്റ് കളക്ടർ ഇഹ്തദ മുഫ്സിർ, കണ്ണൂർ അഡീഷണൽ SP KV വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായി. കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് PK അൻവർ, മണ്ഡലം വിദ്യാഭ്യാസ സമിതി കൺവീനർ NT സുധീന്ദ്രൻ, രാഹുൽ കായക്കൽ, V. രഘുത്തമൻ, PC അശോകൻ, KP പ്രശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.